നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ദേശീയപാത 66-ൽ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൽ വേങ്ങേരി പ്രദേശത്തെ ഓവർപാസിൻ്റെയും അതുപോലെ മലാപ്പറമ്പ് കഴിഞ്ഞ് അല്പം മുൻപോട്ട് പോയാലെത്തുന്ന ഫ്ലോറിക്കൽ റോഡിലുള്ള അണ്ടർപാസിൻ്റെ വിപുലീകരണത്തിനും, അതായത് ഇരുവശങ്ങളിലുമായി അണ്ടർപാസ് വീതി കൂട്ടേണ്ടതായിട്ടുണ്ട്. ആ ഭാഗത്തെ വികസനത്തിനും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ ഇരുമ്പ് പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന വേളയിൽ പ്രാഥമിക കൃത്യത്തിന് ഒരാളിരിക്കുന്ന പോലെ തോന്നിപ്പിക്കുന്ന വിധം അവിടെ കാണപ്പെടുന്ന അതാണ് വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പ്. 400 mm വീതിയുള്ള 12 മീറ്റർ നീളത്തിലുമാണ് ഇതിലെ വാട്ടർ അതോറിറ്റിയുടെ ആ പൈപ്പ് കടന്നു പോകുന്നത്. ഇത് മാറ്റി സ്ഥാപിക്കേണ്ടതിനായി നിർമ്മാണ കമ്പനിയായ KMC വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അവരിത് മാറ്റി സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു തരാൻ വേണ്ടി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുള്ള മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നുമാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നിർമ്മാണ പ്രവൃത്തി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയായ KMCക്ക് നൽകിയിട്ടുള്ളത്. ഞാനിങ്ങനെ വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കണം അവിടെ ഇരുന്നിരുന്ന ആ നിർമ്മാണ തൊഴിലാളി തൽക്കാലം എഴുന്നേറ്റ് മാറി തന്നിട്ടുണ്ട്. ഇവിടെ ഇരുവശങ്ങളിലും ഈ ഒരു അണ്ടർപാസിൻ്റെ വീതി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇവിടെ ഈ ഫ്ലോറിക്കൽ റോഡ് വന്നു ചേരുന്ന ഈ ഭാഗത്ത് വീതി വർദ്ധിപ്പിക്കാൻ വേണ്ടി മണ്ണെടുത്തപ്പോഴാണ് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് കാണപ്പെട്ടത്. 400 mm വീതിയുള്ള ഈ ഇരുമ്പ് പൈപ്പ് മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ഇവിടെ അണ്ടർപാസ് നിർമ്മിക്കുന്നതിൻ്റെ അടിയിൽ ബലപ്പെടുത്തേണ്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. 10 ദിവസത്തിലധികമായി ഇവിടെ റോഡ് ഗതാഗതം അടച്ചിട്ടിരിക്കുകയാണ്. ഇനി ഈ പൈപ്പ് മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ഇവിടെയുള്ള നിർമ്മാണ പ്രവൃത്തി ഇനി പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ ആ കാണുന്ന മറുവശത്തും ഈ ഹൈവേക്ക് വേണ്ടി ഈ അണ്ടർപാസിൻ്റെ വീതി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവശത്തുകൂടെ കരിക്കാംകുളം ഭാഗത്തേക്കെല്ലാം കടന്നു പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ ഭീമൻ പൈപ്പാണ് ഇത്. ഇതോടൊപ്പം തന്നെ വേങ്ങേരിയിലെ ഓവർപാസിൻ്റെയും നിർമ്മാണം അനിശ്ചിത ഘട്ടത്തിലാണ്. മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും വനിതാ പോളിടെക്നിക് വഴി വേദവ്യാസ വിദ്യാലയത്തിന് സമീപത്തോടു കൂടി കരിക്കാംകുളത്തേക്ക് എത്തിച്ചേരാവുന്ന ഒരു പാതയാണ് ഇത്. ഏതാണ്ട് 10 ദിവസത്തോളമായി ഇവിടെ ഈ പാത അടച്ചു വെച്ചിട്ട് ഇവിടെ നിർമ്മാണ പ്രവൃത്തി, അതായത് അണ്ടർപാസിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി, അതായത് ഇരുവശങ്ങളിലും വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുകയായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ഇവിടെ അടച്ചു വെച്ചിരുന്നത്. ഇവിടെ കിഴക്ക് ഭാഗത്ത്, അതായത് വനിതാ പോളിടെക്നിക് ആ ഭാഗത്ത് നിന്നും വരുന്ന ആ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച് മണ്ണെടുത്ത ശേഷമാണ് ഇവിടെ വലിയ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കാണാനിടയായത്. അത് മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ഇനി തുടർന്ന് അങ്ങോട്ട് ഈ ഹൈവേയുടെ കുറുകെ വരുന്ന ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇനി ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന ആ ജംഗ്ഷനാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ. നമ്മുടെ ഭരണ സംവിധാനത്തിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെ കുറവ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെയും വികസനങ്ങൾക്ക് കാലതാമസം വളരെ സൃഷ്ടിക്കുകയാണ്. ഈ കാണുന്നതാണ് വേങ്ങേരി ജംഗ്ഷൻ. വേങ്ങേരിയിൽ ഇപ്പോൾ ആളനക്കമില്ല. രാവിലെയും വൈകുന്നേരങ്ങളിലും അല്പം ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ട്രാഫിക് ബ്ലോക്ക് അല്ല, യഥാർത്ഥത്തിൽ ഈ പരിസരവാസികൾക്കായി കടന്നു പോകാൻ വേണ്ടി അല്പഭാഗം മാത്രം കുറച്ച് വഴി ഒരുക്കി വെച്ചിരുന്നു നിർമ്മാണ കമ്പനി. ആ ഭാഗത്ത് വലിയ ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ വലിയ കുരുക്ക് വൈകുന്നേരങ്ങളിലും രാവിലെയും ഉണ്ടാവാറുണ്ട്. അത് വീഡിയോയിൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പാതി ഭാഗം പൂർത്തിയായ വേങ്ങേരി ഓവർപാസാണ് ഈ കാണുന്നത്. കരിക്കാംകുളം ഭാഗത്തു നിന്നും വരുന്ന ബാലുശ്ശേരി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഈ വേങ്ങേരി ജംഗ്ഷനിൽ നിന്നും ഇടതുവശത്തേക്ക് ചേർന്ന് സർവീസ് റോഡ് വഴി കടന്നു പോകുന്നതാണ്. നിലവിൽ 2ാം ഘട്ട ഓവർപാസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഈ ഭാഗത്തെല്ലാം മണ്ണെടുത്ത് താഴ്ത്തുകയുണ്ടായിരുന്നു. ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തി അല്പം കൂടെ മുൻപോട്ടെത്തിയപ്പോൾ ഇതിന് മുകളിലൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പൈപ്പ്, 5 mm തിക്നെസ്സുള്ള ഒരു പൈപ്പ് ചെറിയ വിള്ളൽ വീണതിനാൽ അവിടെ തന്നെ മണ്ണും പാറയും എല്ലാം കുത്തിയൊലിച്ചിറങ്ങി നിർമ്മാണം പുരോഗമിക്കുന്ന ബൈപ്പാസിലേക്ക് വീഴുകയുണ്ടായിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് അല്പഭാഗത്തെ മണ്ണും ചെളിയും പാറകളും എല്ലാം പോയപ്പോഴാണ് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭീമാകാരമായ വാട്ടർ അതോറിറ്റിയുടെ, അതായത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ 1.5 മീറ്റർ വ്യാസമുള്ള വലിയ പടുകൂറ്റൻ ഇരുമ്പ് പൈപ്പ് കാണാനിടയായത്. ആ പൈപ്പിന് വല്ല അനക്കമോ വല്ല വിള്ളലോ പറ്റി അവിടെ പൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ
വലിയ ഒരു ദുരന്തമായിരിക്കും ഈ പ്രദേശത്തുണ്ടാവുക. സംഭവം ഗുരുതരമായ പ്രതിസന്ധിയാണെന്നറിഞ്ഞതിനെ തുടർന്ന് NHAIയുടെ നിർമ്മാണ കൺസൾട്ടൻ്റായ SA ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനത്തിലെ വിദഗ്ധർ വേങ്ങേരി സന്ദർശിച്ചു. 1.5 മീറ്ററോളം വ്യാസമുള്ള ഇരുമ്പ് പൈപ്പാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ബാലുശ്ശേരി ഭാഗത്തു നിന്നും വേങ്ങേരി ജംഗ്ഷനിലെത്തി അവിടെ നിന്നും മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് ഈ പൈപ്പ് കടന്നു പോകുന്നത്. പെരുവണ്ണാമൊഴിയിൽ നിന്നും നഗരത്തിലെ പ്രധാന 6 ടാങ്കുകളിലേക്കും കടലുണ്ടി മലപ്പുറം ജില്ലാ അതിർത്തിയിലെ വിവിധ മേഖലയിലുള്ള മറ്റു ടാങ്കുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈനാണിത്. കഴിഞ്ഞ ദിവസം 5 ഇഞ്ച് മാത്രം വ്യാസമുള്ള പൈപ്പ് പൊട്ടി റോഡിന് സമീപത്തെ പാറയും മണ്ണും ഇടിഞ്ഞു ദേശീയപാതയിലേക്ക് വീണിരുന്നു. എന്നാൽ 1.5 മീറ്റർ വ്യാസമുള്ള പൈപ്പിനു ഇളക്കം തട്ടിയാൽ പൈപ്പ് പൊട്ടി സമീപ പ്രദേശങ്ങളിൽ ഗുരുതരമായ അപകടം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ദേശീയപാത അധികൃതരും ഡൽഹിയിൽ നിന്നുള്ള NHAIയുടെയും അതുപോലെ NHAI കൺസൾട്ടൻ്റായ SA ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും വിദഗ്ധ സമിതി അംഗങ്ങളെല്ലാം തന്നെ വേങ്ങേരി സന്ദർശിച്ചിട്ടുള്ളത്. അവരുടെ നിർദ്ദേശപ്രകാരം ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവൃത്തി, അതായത് ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന് ഇരുവശങ്ങളിലുമായിട്ടുള്ള, അതായത് മലാപ്പറമ്പ് ഭാഗത്തും വടക്ക് ഭാഗമായ മാളിക്കടവ് ഭാഗത്തെയും നിർമ്മാണ പ്രവൃത്തിയെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. വേങ്ങേരി ജംഗ്ഷനിൽ ബാലുശ്ശേരി റോട്ടിൽ 40 മീറ്ററും ബൈപ്പാസിൽ മലാപ്പറമ്പ് ഭാഗത്തേക്ക് 140 മീറ്ററും പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഇതിനായുള്ള 1.5 മീറ്റർ വ്യാസമുള്ള ഇരുമ്പ് പൈപ്പ് കൊൽക്കത്തയിൽ നിന്ന് എത്തണം. നിലവിൽ ജില്ലയിലെ നഗരപരിധിയിലും സമീപത്തെ ജില്ലാ അതിർത്തിയിലെയും ജലസംഭരണികളിലേക്കുള്ള പമ്പിംഗ് പൈപ്പാണിത്. പൈപ്പ് മാറ്റുന്നതിനുള്ള പദ്ധതി ചെലവിൻ്റെ രൂപരേഖ NHAI കേന്ദ്ര അനുമതിക്കായി അയക്കണം. തുടർന്ന് അനുമതി വാങ്ങി വേണം പൈപ്പ് മാറ്റൽ പ്രവൃത്തി ആരംഭിക്കാൻ. ഈ സാഹചര്യത്തിൽ ഓവർപാസ് നിർമ്മാണം ഇനിയും വൈകും. ദേശീയപാത രൂപരേഖ ഉണ്ടാക്കുന്നതിന് മുൻപ് ജല അതോറിറ്റി നൽകിയ പ്ലാനിൽ ഈ പൈപ്പ് ദേശീയപാതയ്ക്ക് അരികിൽ 3 മീറ്ററിനുള്ളിലാണ് എന്നാണ് അറിയിച്ചത്. അതിന് അനുസരിച്ച് റോഡും ഓവർപാസും പ്ലാൻ ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മണ്ണെടുക്കുമ്പോൾ ചെറിയ പൈപ്പ് തന്നെ പൊട്ടി പാറയും മണ്ണും ബൈപ്പാസിലേക്ക് ഇടിഞ്ഞപ്പോഴാണ് അതിനടിയിൽ ഈ പടുകൂറ്റൻ പൈപ്പ് കാണപ്പെട്ടത്. ഇനി കൊൽക്കത്തയിൽ നിന്നും ഇവിടേക്കുള്ള 1.5 മീറ്റർ വ്യാസമുള്ള ആ കൂറ്റൻ പൈപ്പ് എത്തിയതിന് ശേഷം വിദഗ്ധരായ തൊഴിലാളികൾ വന്ന് ഇവിടെയുള്ള പൈപ്പ് മാറ്റി അരികിലേക്ക് സ്ഥാപിച്ച ശേഷം മാത്രമേ ഇവിടെ വേങ്ങേരിയിൽ ഇനി ഓവർപാസിൻ്റെ ബാക്കി വരുന്ന 15.2 മീറ്റർ നീളമുള്ള ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇനി ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വശത്തെ, അതായത് പടിഞ്ഞാറ് വശത്തെ ഹൈവേയുടെ ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ബാലുശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ തണ്ണീർപന്തൽ ജംഗ്ഷനിലെത്തി മാളിക്കടവ് വഴി ഹൈവേയിൽ കയറി ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും കക്കോടി, ബാലുശ്ശേരി മറ്റു ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങളെല്ലാം തന്നെ മുൻപുണ്ടായിരുന്ന പോലെ പതിവ് പോലെ വന്ന്, അതായത് കരിക്കാംകുളം ജംഗ്ഷനെല്ലാം കഴിഞ്ഞ് വേങ്ങേരിയിലെത്തിയ ശേഷം വേങ്ങേരി ഓവർപാസിന് സമീപത്തായി ഇടതുവശത്തേക്ക് ചേർന്ന് സർവീസ് റോഡിലൂടെ അല്പദൂരം ചെന്നതിന് ശേഷം മാളിക്കടവ് ഭാഗത്തു നിന്നും വലതുവശത്തേക്ക് ചെന്ന് തണ്ണീർപ്പന്തൽ കക്കോടി വഴിയാണ് ബാലുശ്ശേരി ഭാഗങ്ങളിലേക്കും മറ്റുമായി വാഹനങ്ങളെല്ലാം പോകുന്നത്, അതായത് വലിയ വാഹനങ്ങളെല്ലാം പോകുന്നത്. എന്നാൽ ആ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ വരുന്നതും ബാലുശ്ശേരി ആ ഭാഗത്തു നിന്നും എല്ലാം വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ തണ്ണീർപന്തൽ ജംഗ്ഷനിൽ നിന്നും വലതുവശത്തേക്ക് ചേർന്ന്, അതായത് വലതുവശത്തേക്ക് തിരിഞ്ഞ് മാളിക്കടവ് റോഡ് വഴി വന്ന് പ്രധാന ഹൈവേയിൽ ദേശീയപാതയിൽ ചെന്നതിന് ശേഷം ദേശീയപാതയിലൂടെ ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ദേശീയപാതയിലൂടെ വേങ്ങേരി ഓവർപാസിന് അടിയിലൂടെ, അതായത് ഇപ്പോൾ ഒരു ഭാഗം പൂർത്തിയായി നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ആ ഹൈവേയിലൂടെ തന്നെ വന്ന് മലാപ്പറമ്പ് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള ജംഗ്ഷനിൽ നിന്നും വലതുവശത്തേക്ക് ചേർന്ന് കാരപ്പറമ്പ് വഴിയാണ് ഇപ്പോൾ നഗരത്തിലേക്ക് ബസ്സുകളും മറ്റു വലിയ വാഹനങ്ങളും എല്ലാം തന്നെ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നതാണ് ദേശീയപാതയിലെ വേങ്ങേരി ജംഗ്ഷനിലെ ഒരു ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ഹൈവേയിലേക്ക് കാണുന്ന ദൃശ്യം. മറുവശത്തായിട്ടുള്ള ആ ഭാഗത്താണ് വലിയ കൂറ്റൻ പൈപ്പ് കടന്നു പോകുന്നത്.
ആ ചെറിയ പൈപ്പ് പൊട്ടിയപ്പോൾ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന പാറയും മണ്ണും എല്ലാം ഒഴുകിയൊലിച്ച് ഈ നിർമ്മാണം പൂർത്തിയായ പാതയിലേക്ക് ഒഴുകിയിരുന്നു. ആ സമയത്താണ് അവിടെയുള്ള അതല്ലെങ്കിൽ അതിനടിയിലൂടെ പോകുന്ന പടുകൂറ്റൻ പൈപ്പ് കാണാനിടയായത്. ഇനി ആ ഭാഗത്തെല്ലാം തന്നെ മണ്ണെടുത്ത് താഴ്ത്തി അവിടെയും ഓവർപാസ് നിർമ്മിക്കേണ്ട നിർമ്മാണ പ്രവൃത്തിയെല്ലാമാണ് ഇനി ബാക്കിയുള്ളത്. അത് ഇനിയും വളരെ കാലം നീണ്ടുപോകാനാണ് സാധ്യത. അത്രയും കാലം തന്നെ ഇതിലൂടെ ഉണ്ടായിരുന്ന ഗതാഗതവും, അതായത് വാഹന ഗതാഗതങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ള പോലെ വഴിതിരിച്ചായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. വേങ്ങേരി അങ്ങാടിയിൽ ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഉള്ളവർക്ക് വലിയ പ്രയാസമായിരിക്കും അത്രയും നാൾ ഉണ്ടായിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നതാണ് വേങ്ങേരി ജംഗ്ഷനിലെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം. ആ ഭാഗത്ത് ഉള്ള ഏതാനും ചില ചെറിയ ഷോപ്പുകൾ, ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. അതിലൂടെ പ്രദേശവാസികൾക്ക് താൽക്കാലികമായി കടന്നു പോകാൻ വേണ്ടി ചെറിയൊരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും വൈകുന്നേരങ്ങളിലും രാവിലെയും കാറുകളെല്ലാം തന്നെ ഇരുവശങ്ങളിലേക്കും വരുന്നതിനാൽ തന്നെ അവിടെ വലിയ മാർഗ തടസ്സം ഉണ്ടാവാറുണ്ട്. അത് വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുറേ നാളായി വാഹനങ്ങൾ ഓടാതിരുന്ന കരിക്കാംകുളം റോഡിൽ ഇപ്പോൾ വാഹന ഗതാഗതം സജീവമാണ്. അതായത് ഒരു വശത്തേക്കുള്ള വാഹനം, അതായത് ടൗണിൽ നിന്ന് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഓവർപാസിന് സമീപത്തെത്തി സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചാണ് ഇപ്പോൾ മാളിക്കടവ്, തണ്ണീർപന്തൽ വഴി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവർപാസിൻ്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ ഇരുവശങ്ങളിലുമുള്ള മണ്ണുകളെല്ലാം എടുത്തു മാറ്റി അവിടെയെല്ലാം ഹൈവേക്ക് സമാന്തരമായി മണ്ണെടുത്ത് താഴ്ത്തുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ വേങ്ങേരി ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാതി ഭാഗം പൂർത്തിയായ ഓവർപാസാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേങ്ങേരി ജംഗ്ഷനിൽ ഓവർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഭാഗമാണ് നിങ്ങളീ കാണുന്നത്. പ്രദേശവാസികൾക്ക് കടന്നു പോകാൻ വേണ്ടി ചെറിയൊരു വീതിയിൽ, അല്പം വീതിയോടുകൂടി ഈ പ്രദേശത്ത് താൽക്കാലികമായി ഒരു വഴി രൂപീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ അതുപോലെ തന്നെ രാവിലെയും ഇവിടെ വലിയ ഗതാഗതക്കുരുക്ക് അല്ലെങ്കിൽ യാത്രാക്ലേശം ഉണ്ടാവാറുണ്ട്. മലാപ്പറമ്പ് ഭാഗത്തു നിന്ന് വരുമ്പോൾ വേങ്ങേരി എത്തുന്നതിന് മുൻപുള്ള ആ പ്രദേശത്തെ മണ്ണെടുത്ത് മാറ്റുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്. നമ്മുടെ ഭരണ സംവിധാനത്തിൽ വിവിധ തരം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെ കാലതാമസം കാരണം നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനത്തിന് കാലതാമസം ഏറുകയാണ്. ഇനി വേങ്ങേരി ഭാഗത്തെ ഓവർപാസിൻ്റെ നിർമ്മാണം തുടരുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് എടുത്തു മാറ്റി പുനഃസ്ഥാപിച്ചതിന് ശേഷം ആ ഭാഗത്തെ ഓവർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മലാപ്പറമ്പ് കഴിഞ്ഞ് എത്തുന്ന വേദവ്യാസ വിദ്യാലയത്തിന് സമീപത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വാട്ടർ അതോറിറ്റി അധികൃതർ എല്ലാം തന്നെ ആ പൈപ്പ് എടുത്തു മാറ്റി വീണ്ടും പുനഃസ്ഥാപിച്ചതിന് ശേഷമായിരിക്കും അവിടെയുള്ള അണ്ടർപാസിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഇനി തുടരുക. ബാലുശ്ശേരി ഭാഗത്തു നിന്നും കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്ന വലിയ വാഹനങ്ങളെല്ലാം തന്നെ മാളിക്കടവ് നിന്നും ബൈപ്പാസിലൂടെ വരുന്നതിനാൽ ഈ പ്രദേശത്തെ ബൈപ്പാസിൽ വളരെ ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലും അതുപോലെ രാവിലെ ഓഫീസ് സമയങ്ങളിലും. പ്രധാനമായും നിലനിൽക്കുന്ന ഈ ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ അനിശ്ചിതത്വം എത്രയും പെട്ടെന്ന് തന്നെ ഭരണ അധികാരികളെല്ലാം തന്നെ ഇടപെട്ട് തീർപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ തന്നെ ദേശീയപാത 66-ൻ്റെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ കാലാവധി വളരെയേറെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നതാണ് വേങ്ങേരി ജംഗ്ഷനിലെ വൈകുന്നേരത്തെ അവസ്ഥ. ഇവിടെ ഇരുവശങ്ങളിൽ നിന്നും വരുന്ന കാറുകളും വലിയ വാഹനങ്ങളും കാരണം ഇതിലെ പ്രദേശവാസികൾക്കായി സഞ്ചരിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തിരുന്ന ഈ ചെറിയ വഴി എപ്പോഴും തടസ്സമാണ്, എപ്പോഴും ഗതാഗതക്കുരുക്കാണ്. ഇതൊരു വളവായതിനാൽ ഇരുവശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ ഇടപെട്ടാണ് ഈ പ്രദേശത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നത്.